ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചതാര്? അഡ്മിറൽ വാൻ റീഡ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് അഡ്മിറൽ വാൻ റീഡ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം. കീഴരിയൂർ ബോംബാക്രമണം. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം കീഴരിയൂർ ബോംബാക്രമണം. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി. അക്ബർ. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി അക്ബർ. ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് ഹോമി ജെ ബാബ. ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് ഹോമി ജെ ബാബ. കോണ്ടിനെന്റൽ സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവം. കോണ്ടിനെന്റൽ സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവം. ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശില ആഗ്നേയശില. ശിലകളുടെ മാതാവ് ആഗ്നേയശില. ഡോക്ടർ എന്ന അറിയപ്പെടുന്ന പ്രാദേശികവാദം കാറ്റ് ഏതാണ്? ഹാർമാറ്റൺ. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഹാർമാറ്റൺ. GPS എന്ന ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം കൊണ്ടുവന്ന രാജ്യം USA. GPS എന്ന ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം കൊണ്ടുവന്ന രാജ്യം USA. ധാര തലീയ ഭൂപടത്തിൽ ഉയരം സൂചിപ്പിക്കുന്ന അടയാളം ഏത്? കോണ്ടൂർ രേഖ. ധാര തലീയ ഭൂപടത്തിൽ ഉയരം സൂചിപ്പിക്കുന്ന അടയാളം ഏത്? കോണ്ടൂർ രേഖ. ആഗോള താപനവുമായി ബന്ധപ്പെട്ട വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ആഗോള താപനവുമായി ബന്ധപ്പെട്ട വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. കോറമാൻഡൽ തീരം ഇന്ത്യയിലെ ഏത് തീരപ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിഴക്കൻ തീരമേഖല. കിഴക്കൻ തീരമേഖല. കോറമാൻഡൽ തീരം ഇന്ത്യയിലെ ഏത് തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിഴക്കൻ തീരമേഖല. വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന കിസാൻ മസ്ദൂർ സംഘടൻ. വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന കിസാൻ മസ്ദൂർ സംഘടൻ. സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സേവനാവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നതെന്ന്? നവംബർ 1, 2012. സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സേവനാവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് നവംബർ 1, 2012. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം സരൺ നേഗി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം സരൺ നേഗി. ദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. GST നിലവിൽ വന്നത് എപ്പോൾ? 2017 ജൂലൈ 1. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പരോക്ഷ നികുതി ഏതാണ്? വിൽപ്പന നികുതി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പരോക്ഷ നികുതി വിൽപ്പന നികുതി. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള സംവിധാനമാണ് നീതി ആയോഗ്. ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള സംവിധാനമാണ് നീതി ആയോഗ്. ദേശീയ വരുമാനം എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 3 മേഖല. ദേശീയ വരുമാനം എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 3 മേഖല. സാർസ് രോഗം ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്നതാണ്? ശ്വാസകോശം. സാർസ് രോഗം ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്നതാണ്? ശ്വാസകോശം. എലിയുടെ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 42. എലിയുടെ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 42. മണ്ണില്ലാ കൃഷി എന്നറിയപ്പെടുന്ന നൂതന കൃഷിരീതി ഏതാണ്? ഹൈഡ്രോപോണിക്സ്. മണ്ണില്ലാ കൃഷി എന്നറിയപ്പെടുന്ന നൂതന കൃഷിരീതി ഏതാണ്? ഹൈഡ്രോപോണിക്സ്. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരാവയവം കരൾ. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരാവയവം കരൾ. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം? തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തമിഴ്നാട്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം? സോഡിയം ക്ലോറൈഡ്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം സോഡിയം ക്ലോറൈഡ്.
ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം ബിസ്മിത്ത്. ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം ബിസ്മിത്ത്. കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം സോഡിയം. കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം സോഡിയം. ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരം സാക്കറിൻ. ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരം സാക്കറിൻ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റുദർഫോർഡ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റുദർഫോർഡ്. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്? പ്രിന്റർ. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്രിന്റർ. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് CPU. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് CPU. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ്. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ്. താഴെ പറയുന്നവയിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത് ലിനക്സ്. താഴെ പറയുന്നവയിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത് ലിനക്സ്. ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തു നിന്നാണ്? ബ്രിട്ടൻ. ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തു നിന്നാണ്? ബ്രിട്ടൻ. ഭരണഘടനയിലെ മൗലിക ചുമതലകൾ എന്നത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 51A. ഭരണഘടനയിലെ മൗലിക ചുമതലകൾ എന്നത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 51A. ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്നത് 32ാം വകുപ്പിനെ വിശേഷിപ്പിച്ചത് BR അംബേദ്കർ. ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് 32ാം വകുപ്പിനെ വിശേഷിപ്പിച്ചത് BR അംബേദ്കർ. സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44ാം ഭേദഗതി. സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44ാം ഭേദഗതി. പ്രത്യേക ഭരണഘടനാ പദവി നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ്. പ്രത്യേക ഭരണഘടനാ പദവി നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ്. ICC ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾ 2019 നടന്നത് എവിടെ വെച്ച്? ഇംഗ്ലണ്ട്. ICC ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾ 2019 നടന്നത് ഇംഗ്ലണ്ടിൽ വെച്ച്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ശക്തികാന്ത ദാസ്. 2018 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം ഫ്രാൻസ്. 2018 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം ഫ്രാൻസ്. നിപ വൈറസ് കേരളത്തിൽ ആദ്യമായി കാണപ്പെട്ട ജില്ല കോഴിക്കോട്. നിപ വൈറസ് കേരളത്തിൽ ആദ്യമായി കാണപ്പെട്ട ജില്ല കോഴിക്കോട്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി KM മാണി. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി KM മാണി. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം കൂടിയാട്ടം. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം കൂടിയാട്ടം. 2018 വയലാർ അവാർഡ് നേടിയ കൃതി ഉഷ്ണരാശി. 2018 വയലാർ അവാർഡ് നേടിയ കൃതി ഉഷ്ണരാശി. ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ഷൈനി വിൽസൺ. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ഷൈനി വിൽസൺ. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ. താഴെ തന്നിരിക്കുന്നവയിൽ സർവനാമം ഏതാണ്? അവൾ. താഴെ തന്നിരിക്കുന്നവയിൽ സർവനാമം അവൾ. ആഗമസന്ധിക്ക് ഉദാഹരണം ഏതാണ്? തിരുവാതിര. ആഗമസന്ധിക്ക് ഉദാഹരണം തിരുവാതിര. ശരിയായ പദമേത്? ഉത്പദിഷ്ടു. ഉത്പദിഷ്ണു. ശരിയായ പദം ഉത്പദിഷ്ണു. ഘാതകൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഭക്ഷിക്കുന്നവൻ. ഘാതകൻ എന്ന വാക്കിന്റെ അർത്ഥം ഭക്ഷിക്കുന്നവൻ. കുഞ്ഞുണ്ണി ഏത് നോവലിലെ കഥാപാത്രമാണ്? ഗുരുസാഗരം. കുഞ്ഞുണ്ണി ഏത് നോവലിലെ കഥാപാത്രമാണ്? ഗുരുസാഗരം.
കുഞ്ഞുണ്ണി ഏത് നോവലെ കഥാപാത്രമാണ്? ഗുരുസാഗരം. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആര്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ്? U.A. ഗാദർ. തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ്? U.A. ഗാദർ. ബിരിയാണി എന്ന ചെറുകഥ രചിച്ചതാര്? സന്തോഷ് എച്ചിക്കാനം. ബിരിയാണി എന്ന ചെറുകഥ രചിച്ചതാര്? സന്തോഷ് എച്ചിക്കാനം. ഞാൻ സഹായിക്കും എന്ന വാക്യത്തിന്റെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം എന്താണ്? ഐ വിൽ അസിസ്റ്റ്. ഞാൻ സഹായിക്കും എന്ന വാക്യന്റെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം എന്താണ്? ഐ വിൽ അസിസ്റ്റ്. ക്രൈ ഓവർ സ്പ്ലിറ്റ് മിൽക്ക് എന്നതിന് അനുയോജ്യമായത് ഏതാണ്? നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കരുത്. ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് എന്നതിന് അനുയോജ്യമായ ഇത് നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കരുത്.